Next, P waves can travel through any medium, solid, liquid or gas. P waves in a solid kodeyo അല്ലെങ്കിൽ liquid kodeyo അല്ലെങ്കിൽ gas kodeyo movement നടത്താൻ പറ്റും. Then in solids these waves generally travels almost twice as fast as S waves. Solid കോടെ ഇത് മൂവ്മെന്റ് നടത്തുവാണെങ്കിൽ എന്താണ് ഈ വേവ്സ് ഈ പി വേവ്സ് എന്ന് പറയുന്നത് എസ് വേവ്സിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ട്വൈസ് രണ്ടിരട്ടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ എയറിലാണെങ്കിലോ ദീസ് പ്രഷർ വേവ്സ് അല്ലെങ്കിൽ പി വേവ്സ് ടേക്സ് ദ ഫോം ഓഫ് സൗണ്ട് വേവ്സ്. അതായത് എയറിൽ കൂടെ ആണെങ്കിൽ സൗണ്ട് വേവ്സിന്റെ ഫോമിൽ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ദെൻ ഹെൻസ് ദേ ട്രാവൽസ് അറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. സൗണ്ട് വേവ്സിന്റെ സ്പീഡിൽ, അതായത് സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്ന സ്പീഡിലായിരിക്കും ദെൻ എയറിൽ പി വേവ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പി വേവ്സ് സോളിഡ് കൂടെ ലിക്വിഡ് കൂടെ അല്ലെങ്കിൽ ഗ്യാസ് കൂടെ മൂവ് ചെയ്യാൻ പറ്റും. ദെൻ സോളിഡ്സിലാണെങ്കിൽ അത് എസ് വേവ്സിനേക്കാളും ഡബിൾ ആയിട്ടുള്ള ഫാസ്റ്റിലായിരിക്കും, ട്വൈസ് ഫാസ്റ്റിലായിരിക്കും എന്താ പി വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ എയറിലാണെങ്കിൽ എന്താണ് സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്ന സ്പീഡിലായിരിക്കും എയറിൽ പി വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. ദെൻ ദ പി വേവ്സ് ക്യാരീസ് എനർജി ത്രൂ ദ എർത്ത് as longitudinal waves moving particles in the same line as the direction of the wave. The P waves carry energy through the earth as longitudinal waves moving particles in the same line as the direction of waves. P waves carries energy through the earth as longitudinal waves. Longitudinal waves ആയിട്ടായിരിക്കും അതേ പി വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നത്. ദെൻ മൂവിങ് പാർട്ടിക്കിൾസ് ഇൻ ദ സെയിം ലൈൻ ആസ് ദ ഡയറക്ഷൻ ഓഫ് വേവ്. ഈ വേവ്സ് അതായത് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആയിട്ടാണ് പി വേവ്സ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദെൻ അതിൽ ആ സെയിം ഡയറക്ഷനിലെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടത്തും. ഓക്കെ, ദെൻ ഇറ്റ് മേക്സ് ലൗഡ് തണ്ടറസ് നോയിസ് നിയർ ദ എപ്പിസെന്റർ. എപ്പിസെന്ററിൽ തണ്ടറസ് നോയിസ് അതായത് ഇടി വെട്ടുന്ന പോലെ ഭയങ്കര സൗണ്ട് ആയിരിക്കും എപ്പിസെന്ററിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് പി വേവ്സ് കാരണം. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത് പി വേവ്സിന് സോളിഡിക്കോടെ ലിക്വിഡിക്കോടെ അല്ലെങ്കിൽ ഗ്യാസസിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ദെൻ അത് സോളിഡിക്കോടെ മൂവ് ചെയ്യുമ്പോൾ എന്താണ് ട്വൈസ് ഫാസ്റ്റ് എസ് വേവ്സിനേക്കാളും ട്വൈസ് ഫാസ്റ്റിലായിരിക്കും, അതായത് രണ്ടിരട്ടി ഫാസ്റ്റിലായിരിക്കും എന്താ പി വേവ്സ് മൂവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എയറിക്കോടെ ഇത് ട്രാവൽ ചെയ്യുവാണെങ്കിൽ സൗണ്ട് വേവ്സിന്റെ അതേ സ്പീഡിൽ തന്നെയായിരിക്കും ഇത് മൂവ്മെന്റ് നടത്തുന്നത്. ദെൻ പി വേവ്സ് ക്യാരീസ് എനർജി ത്രൂ ദ എർത്ത് ആസ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂണൽ ആയിട്ടായിരിക്കും മൂവ്മെന്റ് നടത്തുന്നത്. അപ്പോൾ എന്താണ് പാർട്ടിക്കിൾസിന്റെ സെയിം ഡയറക്ഷനിൽ മൂവ്മെന്റ് നടത്തും. അതുപോലെ തന്നെ എപ്പിസെന്ററിൽ ലൗഡ് നോയിസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എസ് വേവ്സ്. നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ച പി വേവ്സ്, ബോഡി വേവ്സിൽ പി വേവ്സ് ഉണ്ട്, എസ് വേവ്സ് ഉണ്ട്. അതിൽ പി വേവ്സിനെ കുറിച്ചാണ് ഇത്ര നേരം പഠിച്ചത്. പിന്നെ ഇനി പഠിക്കുന്നതാണ് എസ് വേവ്സ്. ഇപ്പം എന്താണ് സെക്കൻഡറി വേവ്സ്. എസ് വേവ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ട്രാൻസ്വേഴ്സ് ഓർ ഡിസ്റ്റോർഷണൽ വേവ്സ്. അപ്പോൾ പി വേവ്സിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പി വേവ്സിന് പറഞ്ഞത് ലോഞ്ചിറ്റ്യൂണൽ ഓർ കംപ്രഷണൽ വേവ്സ് എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ എസ് വേവ്സിന് പറയുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സ് ഓർ ഡിസ്റ്റോർഷണൽ വേവ്സ് എന്നാണ് എസ് വേവ്സിന് പറയുന്നത്. ഓക്കെ, എസ് വേവ്സ് ഓൾസോ കോൾഡ് സെക്കൻഡറി വേവ്സ്. എസ് വേവ്സിനെ സെക്കൻഡറി വേവ്സ് എന്നും പറയും. ദെൻ ഓർ ഷിയർ വേവ്സ് എന്നും പറയും. ഓക്കെ, ആ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ലൈക്ക് ലൈറ്റ് വേവ്സ്. പി വേവ്സ് സൗണ്ട് വേവ്സിനെ പോലെയാണ് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ദെൻ ഇത് ലൈറ്റ് വേവ്സ് പോണക്കാണ് എസ് വേവ്സ്. ഓക്കെ, അതിനെ ഷിയർ വേവ്സ് എന്നും പറയാം, സെക്കൻഡറി വേവ്സ് എന്നും പറയാം എസ് വേവ്സിന്. ഓക്കെ, ആൻഡ് എസ് വേവ്സ് ഓൾസോ കോൾഡ് സെക്കൻഡറി ഓർ ഷിയർ വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ലൈക്ക് ലൈറ്റ് വേവ്സ്. പാർട്ടിക്കിൾസ് മോഷൻ ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പാത്ത് ഓഫ് ദ വേവ്സ്. വേവ് പാത്തിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ടായിരിക്കും മോഷൻ നടത്തുന്നത്. അപ്പോൾ പി വേവ്സ് എങ്ങനെയായിരുന്നു മൂവ് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് അതായത് വേവ് മോഷന്റെ സെയിം ഡയറക്ഷനിൽ ലോഞ്ചിറ്റ്യൂണലായിട്ട് വേവ് മോഷന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടത്തുന്നത്. എന്നാൽ ഇവിടെ എസ് വേവ്സിന് എന്താണ് പാർട്ടിക്കിൾ മോഷൻ നടത്തുന്നത് എങ്ങനെയാണ്? റൈറ്റ് ആംഗിൾ. ഈ വേവിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ടായിരിക്കും എന്ത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എസ് വേവ്സ് ട്രാവൽസ് ട്രാൻസ്വേഴ്സ്ലി ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് ഇൻവോൾവ്സ് the shearing of the transmitting rock, causing the rock particles to move back and forth perpendicular to the direction of propagation. Okay, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് വേവ്സ് travels transversely to the direction of propagation and involves the shearing of the transmitting rocks, cause the rocks particles to move back and forth perpendicular to the direction of propagation. അതായത് വേവ്സിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്, അതായത് റോക്ക് മാസിന്റെ മൂവ്മെന്റ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് നടക്കും. അതായത് വേവ്സിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് റോക്ക് മാസിന്റെ പാർട്ടിക്കിൾസ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് നടത്തും. അതിനെയാണ്
അങ്ങനെയുള്ള വേവ്സിനാണ് എസ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് വേവ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് പാർട്ടിക്കിൾസ് മോഷൻ നടക്കും. അതായത് റോക്ക് മാസിന്റെ പാർട്ടിക്കിൾസ് മോഷൻ നടക്കും. ദെൻ അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ് വേവ്സ് എന്താണ്? ട്രാൻസ്വേഴ്സ് ഓർ ഡിസ്റ്റോഷണൽ വേവ്സ് എന്ന് പറയും. ദെൻ അതിനെ എസ് വേവ്സിന്റെ സെക്കൻഡറി വേവ്സ് എന്നും പറയാം. ദെൻ ഷിയർ വേവ്സ് എന്നും പറയാം. ദെൻ ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിൾ മോഷൻ നടത്തുന്നത് എങ്ങനെയാണ്? റൈറ്റ് ആംഗിൾസ് ടു ദ പാത്ത് ഓഫ് ദ വേവ്സ് പാത്തിന് റൈറ്റ് ആംഗിളിലായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ പി വേവ്സിൽ എങ്ങനെയായിരുന്നു? പാരലൽ ആയിട്ട്, അതായത് വേവ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് പാർട്ടിക്കിൾ മോഷൻ നടക്കുന്നത്. ദെൻ ഇതിൽ പറയുന്നത് പിന്നെ എന്താണ്? ദെൻ റോക്ക് മെറ്റീരിയൽസ് എങ്ങനെയാണ്? ബാക്ക് ആൻഡ് ഫോർത്ത് വേവ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മൂവ്മെന്റ് നടത്തുന്നത്. ദെൻ എസ് വേവ്സ് മെറ്റീരിയൽ ഡസ് നോട്ട് ചേഞ്ചസ് വോളിയം ബട്ട് ഷിയേഴ്സ് ഔട്ട് ഓഫ് ഷേപ്പ് ആൻഡ് സ്നാപ്സ് ബാക്ക്. അതിന്റെ വോളിയത്തിന് ചേഞ്ച് വരില്ല, അതായത് മെറ്റീരിയൽസിന് വോളിയത്തിന് ചേഞ്ച് വരില്ല. മറ്റേ പി വേവ്സിൽ എന്തായിരുന്നു സംഭവിച്ചിരിക്കുന്നത്? അവിടെ വേവ്സിന്റെ അതേ ഡയറക്ഷനിൽ മൂവ്മെന്റ് നടത്തും, അവിടെ എക്സ്പാൻഷൻ നടക്കും, അതുപോലെ തന്നെ കോൺട്രാക്ഷൻ നടക്കും. അന്നേരം അവിടെ എന്താണ് സംഭവിക്കുന്നത്? വോളിയം ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, വോളിയം ചേഞ്ച് നടക്കുന്നു. പക്ഷേ എന്നാൽ ഈ എസ് വേവ്സിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വോളിയം ചേഞ്ച് നടക്കുന്നില്ല. ഡസ് നോട്ട് ചേഞ്ച് വോളിയം ചേഞ്ച് നടക്കുന്നില്ല. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ഷേപ്പ് മാറും, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ട്രാവൽസ് ത്രൂ ദ സോളിഡ് ഒള്ളി. ഇത് സോളിഡിൽ കൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. പി വേവ്സ് എങ്ങനെയായിരുന്നു? പി വേവ്സ് സോളിഡിൽ കൂടെ, ലിക്വിഡിൽ കൂടെ, ഗ്യാസിൽ കൂടെ മൂവ്മെന്റ് നടത്തുമായിരുന്നു. എന്നാൽ ഇത് സോളിഡിൽ കൂടെ മാത്രമാണ് എസ് വേവ്സ് മൂവ്മെന്റ് നടത്തുള്ളൂ. ഓക്കെ, ദെൻ ബിക്കോസ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഡു നോട്ട് ഹാവ് ഷിയർ സ്ട്രെങ്ത്. ലിക്വിഡിനും ഗ്യാസിനും ഷിയർ സ്ട്രെങ്ത് ഇല്ല, അതുകൊണ്ട് സോളിഡിൽ കൂടെ മാത്രമാണ്. സോളിഡിന് ഷിയർ സ്ട്രെങ്ത് ഉള്ളത് എന്താണ്? സോളിഡിൽ കൂടെ മാത്രമാണ് എസ് വേവ്സ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ട്രാവൽസ് അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ പി വേവ്സ്. പി വേവ്സിനേക്കാളും സ്ലോവർ റേറ്റിലായിരിക്കും എസ് വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. പി വേവ്സിനേക്കാളും സ്ലോവർ ആയിട്ടുള്ള റേറ്റിലായിരിക്കും എസ് വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. റീച്ച് സെക്കൻഡ് അറ്റ് ദ റെക്കോർഡിംഗ് സ്റ്റേഷൻ, അതായത് സീസ്മോഗ്രാഫ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സീസ്മോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് ആ ഗ്രാഫിൽ കാണിക്കുന്നത്? എന്താണ്? പി വേവ്സ് ഫസ്റ്റ് അറൈവ് ചെയ്യും, സെക്കൻഡ് അറൈവ് ചെയ്യുന്നതാണ് എസ് വേവ്സ്. ദെൻ ബട്ട് വിത്ത് എ ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ്. പക്ഷേ എസ് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ഹയർ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ദീസ് വേവ്സ് മൂവ്സ് മോർ സ്ലോലി ദാൻ പി വേവ്സ് ബട്ട് ഇൻ ആൻ എർത്ത്ക്വേക്ക് ദേ ആർ യൂഷ്വലി ബിഗർ. അതായത് എന്താണ്? പി വേവ്സിനേക്കാളും സ്ലോവർ ആയിട്ട് റേറ്റിലായിരിക്കും എസ് വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ എർത്ത്ക്വേക്കിന്റെ സമയത്താണെങ്കിൽ ഇത് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് എസ് വേവ്സിനെ കുറിച്ച് പറഞ്ഞ? എന്താണ് ഫസ്റ്റ് പറഞ്ഞ? അതൊരു ട്രാൻസ്വേഴ്സ് ഓർ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്. ദെൻ സെക്കൻഡറി വേവ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷിയർ വേവ്സ് എന്ന് പറയാം അതിനെ. ദെൻ ഇതിൽ പാർട്ടിക്കിൾ മോഷൻ നടക്കുന്നത് എങ്ങനെയാണ്? വേവ്സിന് റൈറ്റ് ആംഗിളിലായിട്ടാണ് പാർട്ടിക്കിൾ മോഷൻ നടക്കുന്നത്. ഇതിൽ റോക്ക് മാസിന് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് നടത്തുന്നു. ദെൻ ഡയറക്ഷൻ ഓഫ് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ റൈറ്റ് ആംഗിളിലായിട്ടാണ് റോക്ക് മാസ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ഇതിന് വോളിയം ചേഞ്ച് സംഭവിക്കുന്നില്ല, പകരം എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഷേപ്പ് ചേഞ്ച് വരുന്നു. ദെൻ ഇത് ലിക്വിഡിൽ കൂടെയും ഗ്യാസിൽ കൂടെയും മൂവ്മെന്റ് നടത്തില്ല, ഒൺലി സോളിഡിൽ കൂടെ മാത്രമാണ് മൂവ്മെന്റ്സ് നടത്തുള്ളൂ. ദെൻ പി വേവ്സിനേക്കാളും സ്ലോവർ റേറ്റിൽ സ്ലോലി ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ദെൻ റെക്കോർഡിംഗ് സ്റ്റേഷനിൽ റീച്ച് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? റീച്ച് ചെയ്യുന്നത് എന്താണ്? പി വേവ്സ് കഴിഞ്ഞിട്ടായിരിക്കും എസ് വേവ്സ് എത്തുന്നത്. ദെൻ എർത്ത്ക്വേക്കിന്റെ സമയത്താണെങ്കിൽ ദീസ് വേവ്സ് മൂവ്സ് മോർ സ്ലോലി ദാൻ പി വേവ്സ് ബട്ട് ഇൻ ആൻ എർത്ത്ക്വേക്ക് ദേ ആർ യൂഷ്വലി ബിഗർ. അതായത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഗ്രേറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ പി വേവ്സ് എർത്ത്ക്വേക്കിന്റെ സമയത്ത് ഈ എസ് വേവ്സ് എന്താണ് സംഭവിക്കുന്നത്? ഗ്രേറ്റർ ആയിട്ട്, അതായത് ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പി വേവ്സ്, അതായത് പ്രൈമറി വേവ്സ്, ആൻഡ് നെക്സ്റ്റ് ആണ് സെക്കൻഡറി വേവ്സ്, എസ് വേവ്സ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് വേവ്സ്, അതായത് പി വേവ്സ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ ആയിരിക്കും. ദെൻ എസ് വേവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂണൽ, ട്രാൻസ്വേഴ്സ്. ദെൻ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ പി വേവ്സിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. ദെൻ എസ് വേവ്സോ സ്ലോവർ ആയിരിക്കും. ദെൻ അത് റെക്കോർഡിംഗ് സ്റ്റേഷനിൽ ഫസ്റ്റ് എത്തുന്നത് ബി വേവ്സ് ആയിരിക്കും, സെക്കൻഡ് എത്തുന്നതായിരിക്കും എസ് വേവ്സ്. ഓക്കെ, ദെൻ ക്യാൻ ട്രാവൽ ത്രൂ, എയിലേക്കൂടെയൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? ഇതിന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിന് സോളിഡിൽ കൂടെ മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ്, പി വേവ്സിന് എസ് വേവ്സിന്റെ മെയിൻ ഡിഫറൻസ്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ ഫിഗറിൽ കാണാൻ പറ്റും.
ഇതിനകത്ത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് പി വേവ്സ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് പി വേവ്സ്. പി വേവ്സിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കോൺട്രാക്ഷൻ സംഭവിക്കുന്ന ഏരിയാസ് ഉണ്ട്, ദെൻ എക്സ്പാൻഷൻ സംഭവിക്കുന്ന ഏരിയാസ് ഉണ്ട്, ഇതിൽ വോളിയം ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് പി വേവ്സിൽ എന്താണ് വോളിയം ചേഞ്ച് നടക്കുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്. ദെൻ വോളിയം ചേഞ്ച് നടക്കുന്നുണ്ട്, ദെൻ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്, ദെൻ അതിൻ്റെ അകത്ത് വോളിയം ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സെക്കൻഡിൻ്റെ അകത്ത് എന്താണ്, ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് മൂവ്മെന്റ് എങ്ങനെയാണ്, അതായത് വേവ്സിന്റെ അതേ മോഷനിൽ തന്നെയായിരിക്കും എന്താ പി വേവ്സിന്റെ അതേ മോഷനിൽ തന്നെയായിരിക്കും പാർട്ടിക്കിൾ മൂവ്മെന്റ്സ് നടത്തുന്നത്. എന്നാൽ എസ് വേവ്സിന്റെ കേസിൽ എന്താണ്, ഇത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഇതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ വേവ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് മൂവ്മെന്റ് നടത്തുന്നത്. ഇവിടെ വോളിയം ചേഞ്ച് ഉണ്ടാവുന്നില്ല, അതിന് പകരം എന്താണ് ഷേപ്പ് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്താണ്, അതാണ് സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നതാണ് എസ് വേവ്സ്. ദെൻ നെക്സ്റ്റ് ആണ് സർഫസ് വേവ്സ്. സർഫസ് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടിയിൽ കാണിച്ച ബോഡി ഇന്റീരിയർ, എർത്തിന്റെ ഇന്റീരിയറിൽ യാതൊരു ചേഞ്ചസ് വരുത്തുന്ന ഒള്ളി സർഫസിൽ, എർത്ത് സർഫസിലാണ് ഇത് ചേഞ്ചസ് വരുത്തുന്നത്. എർത്ത് സർഫസിൽ ദെൻ അത് മൂവ്മെന്റ് നടത്തുന്നു, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എക്സ്റ്റൻഷൻ. ഇവിടെ എക്സ്റ്റൻഷൻ നടക്കുന്ന ഏരിയാസ് ആണ് പി വേവ്സിൽ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പി വേവ്സ് ആണ്. എക്സ്റ്റൻഷൻ നടക്കുന്നു, ഇവിടെ കംപ്രഷൻ നടക്കുന്നു, ഏരിയാസ് ലോഞ്ചിറ്റ്യൂണൽ മോഷൻ നടക്കുന്നു. ദെൻ പാർട്ടിക്കിൾ സെയിം ഡയറക്ഷനിൽ മൂവ്മെന്റ് നടത്തുന്നു. ദെൻ ഇതിനകത്ത് വോളിയം ചേഞ്ച് ഉണ്ടാവുന്നു. ദെൻ സെക്കൻഡ് വൺ ആണ് എസ് വേവ്സ് കാണിച്ചിരിക്കുന്നത്. എസ് വേവ്സിൽ എന്താണ് വോളിയം ചേഞ്ച് ഉണ്ടാവുന്നില്ല, പകരം എന്താണ് ഷേപ്പ് ചേഞ്ചസ് ഉണ്ടാവുന്നു. ദെൻ ഷേപ്പ് ചേഞ്ചസ് ഉണ്ടാവുന്നു. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, വേവ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് മൂവ്മെന്റ് നടത്തുന്നത്. ദെൻ അടുത്തതാണ് സർഫസ് വേവ്സ്. സർഫസ് വേവ്സിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലവ് വേവ്സ് എന്നും റെയിലീസ് വേവ്സ് എന്നും പറഞ്ഞുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സർഫസ് വേവ്സ്, സർഫസിലെ ഡിഫോർമേഷൻ, സർഫസിലെ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. അത് ലവ് വേവ്സ് എന്താണ്, സൈഡ് വേസ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദെൻ സൈഡ് വേസ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിന് സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ മൂവ്മെന്റ് നടത്തുന്നു. ദെൻ റിയലിസ് വേവ്സ് ആണെങ്കിൽ എന്താണ്, എലിപ്റ്റിക്കൽ രീതിയിൽ, വെർട്ടിക്കൽ പ്ലെയിനിൽ എലിപ്റ്റിക്കൽ രീതിയിലായിരിക്കും മൂവ്മെന്റ് നടത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് സർഫസ് വേവ്സ്. ഫസ്റ്റ് ബോഡി വേവ്സിനെ കുറിച്ച് നോക്കിയായിരുന്നു നമ്മൾ. ഇനിയുള്ളതാണ് സർഫസ് വേവ്സ്. സർഫസ് വേവ്സ്, ഓക്കെ. Seismic waves which travels along the surface, most destructive, can be visualized as ripples caused by throwing rock into river, slowest one. Okay, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്, സർഫസ് വേവ്സ്. സർഫസ് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, എർത്ത് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്ന വേവ്സിനെ, സീസ്മിക് വേവ്സിനെയാണ് എന്ന് പറയുന്നത് സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. എർത്ത് സർഫസിൽ കൂടെ മൂവ്മെന്റ് നടത്തുന്ന സീസ്മിക് വേവ്സിനെയാണ് സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് എർത്ത് സർഫസിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും, അതായത് എർത്ത് സർഫസിലുള്ള സ്ട്രക്ചേഴ്സിന് അല്ലെങ്കിൽ പീപ്പിൾസിന് ഒക്കെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് ഈ സർഫസ് വേവ്സ് കാരണമാണ്. ബോഡി വേവ്സ് കാരണമല്ല, സർഫസ് വേവ്സ് കാരണമാണ് ഡിസ്ട്രക്ഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ റിവറിൽ ഒരു റോക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ കൊണ്ടിടുവാണെങ്കിൽ റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യും, ഓളങ്ങളുണ്ടാവും. അതുപോലെയാണ് ഈ സർഫസ് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റോളിംഗ് ആൻഡ് സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്, സർഫസ് വേവ്സിൽ റോളിംഗ് ആൻഡ് സൈഡ് ടു സൈഡ് മൂവ്മെന്റ് ആണ് ഫോം ചെയ്യുന്നത്. റോളിംഗ് അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് മൂവ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാവൽസ് ഓൺലി ഇൻ ദ ഷാലോ പോർഷൻ ഓഫ് എർത്ത്. ഷാലോ പോർഷൻ, അതായത് സർഫസിൽ മാത്രമാണ് അതിൽ മൂവ്മെന്റ് നടക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് സർഫസ് വേവ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഓഷ്യൻ വേവ്സ് ആർ എ ടൈപ്പ് ഓഫ് സർഫസ് വേവ്സ്. ഓഷ്യൻ വേവ്സ് സർഫസ് വേവ്സിന്റെ ഒരു വെറൈറ്റിയാണ്. ദെൻ നോൺ ആസ് റെയിലീസ് വേവ്സ്, അത് റെയിലീസ് വേവ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ സർഫസ് വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഒന്ന് ലവ് വേവ്സ്, സെക്കൻഡ് വൺ ആണ് റെയിലീസ് വേവ്സ്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ, അതായത് സർഫസ് വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ലവ് വേവ്സും റെയിലി വേവ്സും. ദെൻ ഈ ഓഷ്യാനിക് വേവ്സ് എന്ന് പറയുന്നത്, ഓഷ്യൻ വേവ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സർഫസ് വേവ്സ് ആണ്. അതായത് റെയിലേ വേവ്സ് ആണ് ഈ ഓഷ്യാനിക് വേവ്സ് എന്ന് പറയുന്നത്. റെയിലേ വേവ്സിനെയാണ് ഈ ഓഷ്യൻ വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ എനർജി ദേ ട്രാൻസ്മിറ്റ് യൂഷ്വലി കംസ് ഫ്രം വിൻഡ് ബ്ലോയിങ് അക്രോസ് ദ സർഫസ് ഓഫ് വാട്ടർ. വാട്ടർ സർഫസിലോട്ട് വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ എനർജി ട്രാൻസ്മിഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്, റെയിലേസ് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്,
ഓഷ്യാനിക് വേവ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സർഫസ് വേവ്സ് ആണ്. അതിനെയാണ് ലവ് വേവ്സ് എന്ന് പറയുന്നത്, റെയിലേ വേവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതെങ്ങനെയാണ് വാട്ടറിന്റെ സർഫസിൽ വിൻഡ് ബ്ലോ ചെയ്തിട്ടുണ്ടാവുന്ന എനർജി കാരണമാണ് എന്താ ഓഷ്യൻ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റെയിലേ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ റോളിംഗ് വേവ്സ് വെർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് earthquakes are rayleigh waves exactly similar to ocean waves. അപ്പം എന്താണ് ഓഷ്യൻ വേവ്സ് ഇസ് എ ടൈപ്പ് ഓഫ് സർഫസ് വേവ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ നോൺ ആസ് റെയിലേ വേവ്സ് എന്ന് പറഞ്ഞു. ദെൻ വാട്ടർ സർഫസിൽ വിൻഡ് ബ്ലോ ചെയ്തിട്ടാണ് ഈ ഓഷ്യൻ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ഓഷ്യൻ വേവ്സിനെ സിമിലർ ആണ്, ഈ ഓഷ്യൻ വേവ്സിനോട് സിമിലർ ആണ് എർത്ത്ക്വേക്കിന് സമയത്തുണ്ടാവുന്ന റെയിലേ വേവ്സ് എന്ന് പറയുന്നത്. ഈ ഓഷ്യൻ വേവ്സിനോട് സിമിലർ ആയിട്ടുള്ള വേവ്സ് ആണ് എന്താണ് എർത്ത്ക്വേക്കിന് സമയത്തുണ്ടാകുന്ന റെയിലേ വേവ്സും. ഓക്കെ, ദെൻ 2 മെയിൻ ടൈപ്സ് ഉണ്ട്, ലവ് ആൻഡ് റെയിലേ വേവ്സ്. അതായത് സർഫസ് വേവ്സിൽ 2 ടൈപ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ലവ് വേവ്സ് ആൻഡ് റെയിലേ വേവ്സ്. ഓക്കെ, ദെൻ ഇനി ലവ് വേവ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ലവ് വേവ്സ്. ഓക്കെ, ടിപ്പിക്കൽ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എർത്ത് സ്ട്രക്ചർ ബട്ട് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് എസ് വേവ്സ്. ഓക്കെ, അപ്പം ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ എർത്ത് സ്ട്രക്ചർ ആൻഡ് ബട്ട് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് എസ് വേവ്സ്. എസ് വേവ്സിനേക്കാളും വെലോസിറ്റി കുറവായിരിക്കും, അതായത് ബോഡി വേവ്സിനേക്കാളും, അതായത് എസ് വേവ്സിനേക്കാളും വെലോസിറ്റി കുറവായിരിക്കും. എന്നാൽ എർത്ത് സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും ഇതിന്റെ വെലോസിറ്റി നിൽക്കുന്നത്. ഓക്കെ, ദെൻ ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോസസ് ഷിയറിംഗ് മോഷൻ ഹൊറിസോണ്ടൽ സിമിലർ ടു എസ് വേവ്സ്. ഷിയറിംഗ് മോഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഷിയറിംഗ് മോഷൻ ക്രിയേറ്റ് ചെയ്യും സിമിലർ ടു എസ് വേവ്സ്. എസ് വേവ്സിന് സിമിലർ ആയിട്ട് തന്നെയാണ് ഇതിന് വരുന്നത്. ഷിയറിംഗ് മോഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? എസ് വേവ്സിനേക്കാളും ലെസർ ആയിട്ടുള്ള വെലോസിറ്റി ആയിരിക്കും ലവ് വേവ്സിന്. ഇതിന് അതുകൊണ്ട് തന്നെ എർത്തിന്റെ സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും ദെൻ ലവ് വേവ്സിന്റെ വെലോസിറ്റി വരുന്നത്. ദെൻ അതുപോലെ തന്നെ എന്താണ്? എസ് വേവ്സിനെ പോലെ തന്നെ എന്താണ്? ഷിയറിംഗ് മോഷൻ ആണ് ഇവിടെ ലവ് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, arrival and they usually arise after S waves and before the Rayleigh waves. Rayleigh waves എത്തുന്നതിന് മുമ്പ്, ഏറ്റവും അവസാനം എത്തുന്നതാണ് റെയിലേ വേവ്സ്. ഫസ്റ്റ് എത്തുന്നതാണ് എന്താ? പി വേവ്സ് ഓർ പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഇത് എവിടെ എത്തുന്നതാണ്? സീസ്മോഗ്രാഫിൽ എത്തുന്നത്. സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രുമെന്റ് ആണ്. അത് സീസ്മിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം സീസ്മോഗ്രാഫിൽ ഫസ്റ്റ് എത്തുന്ന അല്ലെങ്കിൽ സീസ്മോമീറ്ററിൽ ഫസ്റ്റ് എത്തുന്നത് പി വേവ്സ് ആണ്. സെക്കൻഡ് എത്തുന്നതാണ് എസ് വേവ്സ്. അതിനുശേഷം എത്തുന്നത് സർഫസ് വേവ്സിൽ ലവ് വേവ്സ് ആണ് തേർഡ് എത്തുന്നത്. ദെൻ ഫോർത്ത് എത്തുന്നതാണ് എന്താ? റെയിലേ വേവ്സ്. അപ്പോൾ ലാസ്റ്റ് എത്തുന്നതാണ് റെയിലേ വേവ്സ്. ദെൻ തേർഡ് പൊസിഷനിൽ എത്തുന്നതാണ് ലവ് വേവ്സ്. അപ്പം എസ് വേവ്സ് കഴിഞ്ഞിട്ട് റെയിലേ വേവ്സിന് മുമ്പാണ് എന്തെത്തുന്നത്? ലവ് വേവ്സ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ദേ യൂഷ്വലി അറൈവ്സ് ആഫ്റ്റർ ദ എസ് വേവ്സ് ആൻഡ് ബിഫോർ ദ റെയിലേ വേവ്സ്. ഓക്കെ, അപ്പം എന്താണ്? ലവ് വേവ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ലവ് വേവ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എസ് വേവ്സിനേക്കാളും കുറവായിരിക്കും. പക്ഷേ എർത്തിന്റെ സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും ഇത് ഈ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ എസ് വേവ്സ് കൊണ്ട് തന്നെ ഷിയറിംഗ് മോഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇത് അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എസ് വേവ്സ് കഴിഞ്ഞിട്ട് ദെൻ എന്നാൽ ആർ വേവ്സിന് മുമ്പ്, റെയിലേ വേവ്സിന് മുമ്പായിരിക്കും എന്തുണ്ടാവുന്നത്? ലവ് വേവ്സ് എത്തുന്നത്, സീസ്മോമീറ്ററിൽ എത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റെയിലേ വേവ്സ്. കോസസ് ഗ്രൗണ്ട് ടു ഷേക്ക് in a elliptical motion with no transverse or perpendicular motion. Okay, causes ground to shake in a elliptical motion. ഇവിടെ elliptical motionലാണ് റെയിലേ വേവ്സ് എങ്ങനെയാണ്? elliptical motionലാണ് റെയിലേ വേവ്സ് മൂവ് ചെയ്യുന്നത് with no transverse or perpendicular motion. ഇവിടെ transverse മോഷൻ ഉണ്ടാവുന്നില്ല, elliptical മോഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, arrival they usually arise last in a seismogram. ഒരു സീസ്മോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാഫ്. ഓക്കെ, സീസ്മോഗ്രാമില്, അതായത് ആ ഗ്രാഫില് ലാസ്റ്റ് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്ന റെയിലേ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ റെയിലേ വേവ്സ് എന്ന് പറയുന്നത്? എന്താണ്? എലിപ്റ്റിക്കൽ മോഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ട്രാൻസ്വേഴ്സ് മോഷൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ മോഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദെൻ
സീസ്മോഗ്രാമിൽ അതെന്താണ് ലാസ്റ്റ് ആയിട്ടാണ് അറൈവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിലെ സർഫസ് വേവ്സിന്റെ കാണിച്ചിരിക്കുന്നതാണ് ഫിഗർ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് ലവ് വേവ്സ്. ദെൻ അതിന്റെ മൊമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്, സർഫസിലുള്ള അതിന്റെ മൊമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വേവ് ഡയറക്ഷൻ അനുസരിച്ച്. ദെൻ നെക്സ്റ്റ് റെയിലേ വേവ്സ്. റെയിലേ വേവ്സ് കാണിച്ചിരിക്കുന്നത് എന്താണ്, എലിപ്റ്റിക്കൽ മോഷൻ ആയിട്ടാണ്, എലിപ്റ്റിക്കൽ മോഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലവ് വേവ്സ് എന്താണ് ഷിയർ മോഷൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നാൽ റെയിലേ വേവ്സ് എന്താണ് എലിപ്റ്റിക്കൽ മോഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സീസ്മിക് വേവ്സിൽ സീസ്മിക് വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി അതിൻ്റെ ഒരു സമ്മറിയാണ് പറയുന്നത്. സീസ്മിക് വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ബോഡി വേവ്സ്, നെക്സ്റ്റ് സർഫസ് വേവ്സ്. ഈ ബോഡി വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് പി വേവ്സ് ഓർ പ്രൈമറി വേവ്സ്, ദെൻ എസ് വേവ്സ് ഓർ സെക്കൻഡറി വേവ്സ്. ദെൻ ഈ സർഫസ് വേവ്സിനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഈസ് ലവ് വേവ്സ്, സെക്കൻഡ് ഈസ് റെയിലേ വേവ്സ്. ഓക്കെ, ദെൻ ഈ ബോഡി വേവ്സിലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് പി വേവ്സും എസ് വേവ്സും. അതിൻ്റെ അകത്ത് പി വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, ലോഞ്ചിറ്റ്യൂണൽ ഓർ കംപ്രഷണൽ ആയിട്ടായിരിക്കും മൂവ്മെന്റ് നടത്തുന്നത്. ലോഞ്ചിറ്റ്യൂണൽ ഓർ കംപ്രഷണൽ. ദെൻ ക്യാൻ ട്രാവൽ ത്രൂ ഫ്ലൂയിഡ്സ്, അതിന് ഫ്ലൂയിഡ്സ് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ദെൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് കൂടെ, സോളിഡ് കൂടെ അല്ലെങ്കിൽ ഗ്യാസിൽ കൂടെ ഒക്കെ മൂവ്മെന്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ എസ് വേവ്സ് എന്താണ് ട്രാൻസ്വേഴ്സ് മോഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ കനോട്ട് ട്രാവൽസ് ത്രൂ ഫ്ലൂയിഡ്, അതിന് ഫ്ലൂയിഡിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ കൂടെ ദെൻ ഗ്യാസസിൽ കൂടെ മൂവ്മെന്റ് നടത്താൻ പറ്റില്ല, ഒള്ളി സോളിഡിൽ കൂടെ മാത്രമേ മൂവ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് ലവ് വേവ്സ്. ലവ് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, അതും ട്രാൻസ്വേഴ്സ് മോഷൻ ആണ് നടത്തുന്നത്. ദെൻ വൈബ്രേഷൻ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വൈബ്രേഷൻ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലവ് വേവ്സ്. റിലീസ് വേവ്സും ട്രാൻസ്വേഴ്സ് മോഷനാണ്, വൈബ്രേഷൻ ഇൻ ബോത്ത് ആൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും എന്താണ് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇത് എന്താണ് കാണിച്ചിരിക്കുന്നത്, ഗ്രാഫാണ്. അതായത് സീസ്മോഗ്രാഫില് റെക്കോർഡ് ചെയ്തിട്ടുള്ള എന്താണ് കാണിക്കുന്നത്, സീസ്മോഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. സീസ്മോഗ്രാഫിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള സീസ്മോഗ്രാം ആണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്, അതായത് ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രാഫിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റ് പറഞ്ഞത് പി വേവ്സ്, സെക്കൻഡ് കാണിച്ചിരിക്കുന്നതാണ് എസ് വേവ്സ്, നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് സർഫസ് വേവ്സ്. അപ്പം പി വേവ്സും എസ് വേവ്സും എന്താണ് ബോഡി വേവ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് അറൈവ് ചെയ്യുന്ന വേവ്സിനെയാണ് പി വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും. ഫസ്റ്റ് എത്തിയിരിക്കുന്നത് പി വേവ്സ് ആണ്, സെക്കൻഡ് എത്തിയിരിക്കുന്നത് എന്താണ് എസ് വേവ്സ് ആണ്. ദെൻ തേർഡ് എത്തിയിരിക്കുന്നത് സർഫസ് വേവ്സ് ആണ്, സർഫസ് വേവ്സിൽ ലവ് വേവ്സ് ആണ് തേർഡ് എത്തിയിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ആണ് റിലീസ് വേവ്സ് എത്തുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സീസ്മോഗ്രാഫിൽ എന്താണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് റേറ്റിംഗ് ഓഫ് എർത്ത് ക്വേക്സ്. Then the Richter magnitude scale was developed in 1935 by Charles F. Richter of the California Institute of Technology as a mathematical device to compare the size of earthquakes. Then the magnitude of an earthquake is determined from the logarithm of the amplitude of waves recorded by the seismographs. Then adjustments are included for the variations in the distance between the various seismographs and epicenters of the earthquakes. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറഞ്ഞത്, റേറ്റിംഗ് ഓഫ് എർത്ത് എന്താണ് പറയുന്നത്, The Richter magnitude scale was developed in 1935 by Charles F. Richter of the California Institute of Technology as a mathematical device to compare the size of earthquake. എർത്ത് സൈസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ്, കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ചാൾസ് എഫ് റിച്ചർ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ എന്താണ് 1935 കണ്ടുപിടിച്ച ഇതാണ് റിച്ചർ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. ഓക്കെ, 1935 കണ്ടുപിടിച്ച സ്കെയിലാണ് റിച്ചർ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ.
അപ്പോൾ എന്താണ് എർത്ത് സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, എർത്ത് സൈസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1935 കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എന്താണ് ചാൾസ് എഫ് റിച്ചർ എന്ന് പറഞ്ഞ പേഴ്സൺ കണ്ടുപിടിച്ച ഒന്നാണ് റിച്ചർഡ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ റിച്ചർഡ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ്സ് ആണ് മെഷർ, 0 to 1, 0 to 10 ഉള്ള സ്കെയിലാണ്. അത് 0 to 10 ആയിട്ടാണ് മാഗ്നിറ്റ്യൂഡ് ആണ് ഇതിൻ്റെ അകത്ത് മെഷർ ചെയ്യുന്നത്. ദെൻ അതിനകത്ത് എന്താണ് പറയുന്നത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അൻ എർത്ത് is determined from the logarithm of the amplitude of waves recorded by the seismographs. സീസ്മോഗ്രാഫ്സിൽ മെഷർ ചെയ്തിരിക്കുന്ന സീസ്മിക് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ലോഗരിതം ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്ത് ഇസ് ഡിറ്റർമൈൻ ഫ്രം ദ ലോഗരിതം ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്സ് റെക്കോർഡഡ് ബൈ ദ സീസ്മോഗ്രാഫ്സ്. ദെൻ adjustments are included for the variations in the distance between the various seismographs and the epicenters of the earthquakes. Okay, adjustments are included for the variation in the distance between the various seismographs and the epicenter of the earthquake. അതായത് സീസ്മോഗ്രാഫിൽ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്, ഓരോ ഗ്രാഫ്സ്, അതായത് ഓരോ സീസ്മിക് വേവ്സിനെ മെഷർ ചെയ്യുന്നു, അതിന്റെ ഡിസ്റ്റൻസിനനുസരിച്ചും ദെൻ എപ്പിസെന്ററിന്റെ ലൊക്കേഷനൊക്കെ അനുസരിച്ചാണ് എന്താ ഈ അഡ്ജസ്റ്റ്മെന്റ്, ഈ മാഗ്നിറ്റ്യൂഡിലുള്ള മെഷർ ചെയ്യുന്നത്. ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് സൈസ് ഓഫ് എർത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്കെയിലാണ് റിച്ചർഡ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ. അത് ഡെവലപ്പ് ചെയ്ത 1935 ചാൾസ് എഫ് റിച്ചർ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ആണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് റിച്ചർഡ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്നൊരു നെയിം വന്നത്. ദെൻ ഇതിൻ്റെ അകത്ത് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അൻ എർത്ത് ഇസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ ലോഗരിതം ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്സ് റെക്കോർഡഡ് ബൈ ദ സീസ്മോഗ്രാഫ്സ്. സീസ്മോഗ്രാഫ്സിൽ മെഷർ ചെയ്തിരിക്കുന്ന വേവ്സിന്റെ ലോഗരിതം ഓഫ് ആംപ്ലിറ്റ്യൂഡ് എടുത്തിട്ടാണ് എന്താണ് മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ഇൻക്ലൂഡ് ഫോർ ദ വേരിയേഷൻസ് ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വേരിയസ് സീസ്മോഗ്രാഫ്സ് ആൻഡ് ദ എപ്പിസെന്റർ ഓഫ് ദ എർത്ത് എപ്പിസെന്ററും ദെൻ സീസ്മോഗ്രാഫ്സിലുള്ള വേരിയേഷൻസ്, അതായത് ഡിസ്റ്റൻസും ഓരോ വേവ്സിന്റെ ഡിസ്റ്റൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും ദെൻ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ.